നമസ്കാരം. പാട്രിയോട്ട് ഇന്നലെയാണ് റിലീസ് ചെയ്തത്. ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു. നമുക്ക് ഒരു ദിവസത്തെ കളക്ഷനിലോട്ടൊന്ന് കടന്നാലോ. ഒന്നാമത്തെ ദിവസം പാട്രിയോട്ട് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിരിക്കുന്നത് 29,37,00,000 രൂപയാണ്. ഒരു സാക്നിൽക്ക് എന്നൊരു സൈറ്റിൽ നിന്ന് വന്ന ഒരു കണക്കാണ്. അത് ഇന്ത്യയിൽ നിന്ന് മാത്രം 9.8 കോടി കളക്ട് ചെയ്തിരിക്കുന്നു. മികച്ചൊരു കളക്ഷൻ തന്നെയാണ്. ഇന്ത്യ ഗ്രോസ് ആയിട്ട് വന്നിരിക്കുന്നത് 11,37,00,000, അതായത് ടാക്സ് എല്ലാം കൂട്ടിയിട്ടുള്ള കണക്ഷനാണ്. കേരള കളക്ഷൻ വന്നിട്ട് 8 കോടിയിൽ പരമാണ് കേരള കളക്ഷൻ വന്നിരിക്കുന്നത്. കർണാടകയിൽ നിന്ന് മാത്രം 1.5 കോടിയോളം കളക്ഷൻ വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 80 ലക്ഷത്തോളം കളക്ഷൻ വന്നിട്ടുണ്ട്. ആദ്യത്തെ ദിവസത്തിൽ തന്നെ മികച്ചൊരു കളക്ഷൻ തന്നെയാണ് പാട്രിയോട്ട് എന്ന സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി കണ്ടറിയാം എത്രത്തോളം പോകുന്നുള്ളത് കണ്ടറിയാം. ഈ ഒരു തിങ്കളാഴ്ച വരുന്നതോടുകൂടി സിനിമയുടെ വേർഡിക്റ്റ് എന്താണെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവും. ഇനി വീക്കെൻഡ് കളക്ഷൻ വരെ എത്രത്തോളം പാട്രിയോട്ടിന് സ്വന്തമാക്കാൻ പറ്റും, ഇനി ഫ്യൂച്ചറിൽ ഇനി എത്ര കളക്ഷൻ എത്തും എന്നുള്ളത് നമുക്കിനി നോക്കി കാണേണ്ടതാണ്. അതിൽ ഇന്നത്തെ ആദ്യത്തെ ശനിയാഴ്ചത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇന്നലത്തെക്കാളും വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് സിനിമ ഇനി എത്രത്തോളം 200 കോടിയോ 300 കോടിയോ കടക്കും എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ഒരിക്കലും സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. 100 കോടി കടക്കാം എന്നുള്ളതും അത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇത്രയും താരസമ്പന്നമായ ഒരു സിനിമ ഇത്രത്തോളം കളക്ഷൻ വീഴ്ചയിലോട്ട് വീഴുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. നെഗറ്റീവ് റിവ്യൂസ് സിനിമയെ നല്ല രീതിയിൽ ബാധിച്ചിട്ട് ഉണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. ഇനി അങ്ങോട്ട് എത്ര ദിവസം സിനിമ റണ്ണ് ചെയ്യുന്നുണ്ട്. ഇനി 14-ാം തീയതി പുതിയ സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു സിനിമ വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സിനിമയിലുള്ള എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കുറവായത് തന്നെയാണ് സിനിമയുടെ കളക്ഷൻ ബാധിക്കാനുള്ള കാരണം. മമ്മൂട്ടിക്ക് തവണയെങ്കിലും 100 കോടി കാണുമെന്ന് ചോദിക്കുന്ന പ്രേക്ഷകരടുത്ത് പറയാനുള്ളത്, മമ്മൂട്ടിക്ക് 100 കോടിയുടെ ആവശ്യമില്ല. ഇനി ഈ പടത്തിൽ തന്നെ 100 കോടി കിട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഈ പടത്തിൽ 100 കോടി കിട്ടിയാലും മമ്മൂട്ടിക്ക് ആ ക്രെഡിറ്റ് പോകുന്നുള്ളത് വളരെ വളരെ ഡൗട്ടാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മമ്മൂട്ടിക്ക് ഈ ഒരു സിനിമയിൽ നിന്ന് 100 കോടി കിട്ടാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് 100 കോടി ഇല്ല. മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് 100 കോടി ഇല്ല? മമ്മൂട്ടിക്ക് ഒരുപാട് നല്ല സിനിമകൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് 100 കോടി കടക്കേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. അത് കൊടുമഴയത്തും ഏകദേശം 80-87 കോടിയോളം അത് കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടർബോ 100 കോടി കടക്കേണ്ട സിനിമയായിരുന്നു. ഭീഷ്മപുരം 100 കോടി കടക്കേണ്ട സിനിമയായിരുന്നു. അപ്പോൾ അവസാനം വന്ന കളങ്കാവൽ വരെ 100 കോടി കടക്കേണ്ട സിനിമയായിരുന്നു. പക്ഷേ മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് 100 കോടി ഇല്ല? ഇതിൽ വേറൊന്നുമല്ല, നമ്മൾ കണക്കാക്കേണ്ടത് ഒരു പ്രത്യേകതരം പ്രേക്ഷകർ. അത് മോഹൻലാൽ ഫാൻസ് ആണെന്ന് ഞാൻ പറയത്തില്ല, മോഹൻലാൽ ഫാൻസ് ഒന്നുമല്ല. ഒരു ചില പ്രത്യേകതരം പ്രേക്ഷകർ മമ്മൂട്ടി സിനിമ ഒഴിവാക്കുന്നു. അതൊരു പ്രത്യേക അജണ്ടയുടെ ഭാഗമാണ്. അത് ആ ഒരു നമ്മുടെ നാടിന് തന്നെ ദോഷമായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ തന്നെയാണ്. അവരുടെ കുടുംബാംഗങ്ങളെ കൊണ്ട് മമ്മൂട്ടി സിനിമ കാണിക്കാൻ കൊണ്ടുപോകുന്നില്ല. അതൊരു അജണ്ടയുടെ ഭാഗം പോലെ തന്നെയാണ് കാണിക്കുന്നത്. മമ്മൂട്ടി സിനിമ അവർ കാണാൻ പോകുന്നില്ല, അവർ കാണണ്ട എന്ന് മാറ്റി വെച്ചിരിക്കുന്നത്. ഏത് സിനിമ കണ്ടാലും മമ്മൂട്ടി സിനിമ നമ്മൾ കാണത്തില്ല എന്നുള്ള രീതിയിലുള്ള ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി ബാക്കിയുള്ള സിനിമകളിൽ കളക്ഷൻ വന്നാലും മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ഒരു പരിധി വരെ ആ കളക്ഷൻ വന്നിട്ട് അങ്ങ് ബ്രേക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കളക്ഷൻ റെക്കോർഡുകൾ പറയുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല. മലയാളത്തിൽ ആദ്യമായിട്ട് 1 കോടി എന്നുള്ള ഒരു കളക്ഷൻ ഫസ്റ്റായിട്ട് സിനിമ കൊണ്ടുവന്നത് അതൊരു മമ്മൂട്ടി ചിത്രം തന്നെയായിരുന്നു. മമ്മൂട്ടി ജോഷി കൂട്ടുകെട്ടിൽ വന്ന ആ രാത്രി 1983 റിലീസായ ആ രാത്രി എന്നുള്ളൊരു സിനിമയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മലയാള സിനിമ ആദ്യമായിട്ട് 1 കോടി കളക്ഷൻ കൊണ്ടുവന്ന സിനിമ. മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു 10 കോടി കളക്ഷൻ കൊണ്ടുവന്ന സിനിമ ഏതാണ് അതറിയാമോ? അത് ഷാജി കൈലാസ് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ വന്ന ദി കിങ് 1995 റിലീസായിട്ടുള്ള ദി കിങ് എന്ന സിനിമയാണ് ആദ്യമായിട്ട് 10 കോടി കൊണ്ടുവന്നത്. ഇനി ആദ്യമായിട്ട് 20 കോടി കൊണ്ടുവന്ന സിനിമ ഏതെന്ന് നിങ്ങൾക്കറിയാമോ? അത് 2008 റിലീസായ മൾട്ടി സ്റ്റാർ ചിത്രമായ 2020 തന്നെയാണ്. പിന്നെ മമ്മൂട്ടിയുടെ രാജമാണിക്യം അത് ആദ്യമായിട്ട് 25 കോടി കളക്ഷൻ ചെയ്യുന്ന ഒരു ചിത്രമായിട്ട് മാറി. മലയാളത്തിലെ ആദ്യത്തെ 25 കോടി കളക്ഷൻ. മലയാളത്തിലെ ആദ്യത്തെ 29 കോടി കളക്ഷനായിട്ട് ചിത്രമായിട്ട് മാറിയത് പഴശ്ശിരാജയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മമ്മൂട്ടിക്ക് റെക്കോർഡില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് ഞാനിത് പറയുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും മലയാളത്തിലെ നെടുംതൂണുകളാണ്, മലയാള സിനിമയുടെ നെടുംതൂണുകളാണ്. കളക്ഷൻ വെച്ചിട്ടല്ല അവരുടെ സ്റ്റാർ പവർ അളക്കേണ്ടത്, കളക്ഷൻ വെച്ചിട്ടല്ല അളക്കേണ്ടത്. ഇപ്പോൾ വാഴ എന്നുള്ള സിനിമ അത് ജനങ്ങൾ അത്രത്തോളം ഏറ്റെടുത്തുകൊണ്ടാണ് തന്നെയാണ് 236 കോടി എങ്ങാണ്ടോ കളക്ഷൻ ആയിട്ടുണ്ടത് അല്ലേ?
236 കോടി കണ്ട കളക്ഷൻ ആയിട്ടുണ്ട്. ജനങ്ങൾ സിനിമ ഏറ്റെടുത്താൽ സിനിമ ഓടും. അതിൽ ഫാൻസ് ഫൈറ്റ് ഒന്നും നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, ഈ 100 കോടി കണക്ക് വെച്ച് മമ്മൂട്ടി എന്ന താരത്തെ നിങ്ങൾ അളക്കരുത്. അത് നിങ്ങൾ ഒരു മലയാള സിനിമ പ്രേക്ഷകനാണെങ്കിൽ അത് വലിയൊരു തെറ്റ് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, പുതിയ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടും വരുന്നതായിരിക്കും.